ബെൻ ഡേവിഡ് ഗ്രാബിൻസ്കി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ കണ്ടു. സോ ഈ ഒരു സിനിമ ഞാനൊരു കണ്ടു തുടങ്ങിയപ്പോൾ ഒരു നോർമൽ ഗാങ്സ്റ്റർ മൂവിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ടൈം ട്രാവൽ എലമെന്റ് ഉള്ള ഒരു ട്വിസ്റ്റ് സിനിമയിലേക്ക് വരും. ശേഷം സിനിമയുടെ ഒരു ലെവല് മൊത്തത്തിൽ തന്നെ അങ്ങ് മാറുകയാണ്. അതിനുശേഷം രണ്ട് ഗ്യാങ്സ്റ്റേഴ്സ്, അവരുടെ ആക്ഷന്, കോമഡി, ഫ്രണ്ട്ഷിപ്പ്, ബിട്രയല്, പിന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലവ് ട്രയാങ്കിള് എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു സിനിമയാണിത്. പിന്നെ ഇതിന്റെ കൂടെ ഈ ഒരു ടൈം ട്രാവൽ പരിപാടിയും കൂടെ വരുമ്പോൾ മൊത്തത്തിൽ ഒരു പക്കാ ഒരു എന്റർടൈനർ മൂവി ആയിട്ടാണ് എനിക്ക് സിനിമ അനുഭവപ്പെട്ടത്. പിന്നെ ഈ ഒരു സിനിമയുടെ ഒരു ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത് തന്നെ ഈ ഒരു സൈഫൈ എലമെന്റ് ആണ്. സ്റ്റോറി ഭയങ്കര നോർമലാണ്, പക്ഷെ സിനിമയ്ക്കകത്ത് ഇത്തരത്തിലൊരു സൈഫൈ എലമെന്റ് ആഡ് ചെയ്തപ്പോൾ പല കാര്യങ്ങളും നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആവും. ഇത്തരത്തിലൊരു സൈഫൈ എലമെന്റ് സിനിമയിൽ ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ ഇതിനകത്ത് ആക്ഷൻ സീൻസ് ഒക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ ലീഡ് ആക്ടേഴ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് വിൻസ് വാനും അതുപോലെ തന്നെ ജെയിംസ് മാർസ്ഡണും ആണ്. അവർ രണ്ടുപേരും നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിലും വിൻസ് വാൻ പുള്ളി രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ രണ്ട് ക്യാരക്ടേഴ്സിനും രണ്ട് രീതിയിലുള്ള ഒരു ഇമോഷണൽ ലെയർ ഉണ്ട്. അപ്പം അത് പുള്ളിയുടെ പെർഫോമൻസിൽ പുള്ളിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു പെർഫോമൻസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അത് എനിക്ക് നന്നായിട്ട് അനുഭവപ്പെട്ടു. പിന്നെ മൊത്തത്തിൽ ഈ സിനിമ ഒരു ക്രേസി ഐഡിയയാണ് സിനിമയ്ക്ക് മൊത്തത്തിലുള്ളത്. പിന്നെ കുറച്ച് രീതിയിൽ വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം സ്റ്റൈലിഷ് ആണ് മേക്കിങ്ങും. ചില സീനുകളിൽ നമുക്ക് ഇതിന്റെ ആ ഒരു സ്റ്റൈലിഷ് കുറച്ച് അതിര് കടക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോവും, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ സിനിമയ്ക്കകത്ത് ഈ പോപ്പ് കൾച്ചർ റെഫറൻസിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും അങ്ങ് വർക്കായിട്ടില്ല. പക്ഷെ കോമഡിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്കാവും. ഒരു പക്ക എന്റർടൈനർ ആയിട്ടാണ് എനിക്ക് സിനിമ അനുഭവപ്പെട്ടത്. സോ ഈ ഒരു സിനിമ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അല്ല ഇങ്ങനെ വിയേർഡ് ആയിട്ടുള്ള ഐഡിയാസും ഡിഫറെന്റ് ആയിട്ടുള്ള മൂവീസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് മൈക്ക് ആൻഡ് നിക്ക് ആൻഡ് ആലിസ്.